നമസ്കാരം. നമ്മൾ ഇന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഒരു അടിപൊളി ക്വസ്റ്റൻ ആണ് ഫ്രം ഇന്റഗ്രേഷൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റൻസുകൾ നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്യണം, പ്രത്യേകിച്ച് ട്രിഗണോമെട്രി ഉൾപ്പെടുന്ന ക്വസ്റ്റൻസുകൾ. ട്രിഗണോമെട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ സിംപ്ലിഫിക്കേഷൻസ് ഉള്ളതാണ്. അതുപോലെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഇച്ചിരി ടഫായിട്ടൊക്കെ തോന്നും, പക്ഷെ പ്രാക്ടീസിന് ഏറ്റവും പറ്റിയ ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ 2x. നമ്മൾ കുറെ ക്വസ്റ്റൻസുകളൊക്കെ ചെയ്തിട്ടുണ്ട് ട്രിഗണോമെട്രി ഉൾപ്പെടുന്നത്, അല്ലേ? പക്ഷെ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒരാളുടെ സഹായമായിരുന്നു കൂടുതലും നമ്മളത് ചെയ്യാനുള്ള പ്രേരണ. മീൻസ് സ്കൂളിലാണെങ്കിൽ ടീച്ചർമാരെ പഠിപ്പിക്കുമ്പോൾ സ്റ്റെപ്സുകളെല്ലാം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം മനസ്സിലായിട്ട് തോന്നും. പക്ഷെ നമുക്ക് തന്നെ ഓർത്ത് ചെയ്യാൻ വരുമ്പോൾ അവിടെ വെച്ച് പ്രശ്നമാവും. നിങ്ങളല്ലാതെ ഈ എപ്പോഴും ടീച്ചേഴ്സ് പറഞ്ഞ് പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ കൂടെ മാത്രം പഠിക്കാതെ ഒരു പുതിയ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നിങ്ങളൊന്ന് കവറപ്പ് ചെയ്യണം. അവൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി അവിടെ നിങ്ങളുടെ പോരായ്മ ക്ലിയർ ആക്കിയാൽ എല്ലാ ചാപ്റ്ററിനും ഈസി ആക്കാൻ പറ്റും. പക്ഷെ അതിനൊന്നുള്ള സമയം നമുക്ക് കിട്ടുന്നില്ലേ? അപ്പൊ എന്തായാലും ടൈം ഒക്കെ എടുക്കുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ട്. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ള കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്ന് ഏറ്റവും എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകൾ തന്ന് എക്സാമിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ടുള്ളതാണ്. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിച്ചോ. ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ 2x. ഇത് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഒരു കുഴപ്പമുണ്ടേ. പക്ഷെ ഇവിടുത്തെ നോക്കിക്കുക, ഡിനോമിനേറ്റർ കിടക്കുന്ന റൂട്ടിനുള്ളിൽ കിടക്കുന്ന 1 മൈനസ് സൈൻ 2x, ഇയാളാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇവനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കിയോണേ. ദാറ്റ് ഈസ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ്. ഈ 1ന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാൻ മോനെ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. പഠിച്ചിട്ടുള്ളല്ലേ? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ 1. അപ്പൊ ഈ 1ന് പകരമാണ് ഇത്രയും. മൈനസ് സൈൻ 2x കണ്ടാൽ 2 സൈൻ എക്സ് കോസ് എക്സ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് എഴുതി, നമുക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇവനെയൊക്കെ നമ്മൾ ഇനി ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ തലയിൽ, കാരണം എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി കൂടെ. ദാറ്റ് ഈസ് ന്യൂമറേറ്റർ അതേപോലെ തന്നെ എഴുതി, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഡിനോമിനേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇവനെ കണ്ടിട്ട് എന്തെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഏതെങ്കിലുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ 2 സൈൻ കോസ്, എ സ്ക്വയർ ബി സ്ക്വയർ 2ab. ശരിയല്ലേ? അപ്പൊ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് മൈനസ് 2ab ആണല്ലോ. ദാറ്റ് ഈസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഇവിടെ വരുമ്പോൾ അത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ആണ്. ശരിയല്ലേ? റൂട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു സ്ക്വയർ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആവും, അല്ലേ? ബാക്കി നമുക്ക് വരുന്നത് ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ, ഈ റൂട്ടും സ്ക്വയറും തമ്മിൽ പോയി കഴിഞ്ഞാൽ ബാക്കി ഡിനോമിനേറ്ററും ആര് തന്നെ വന്നു മോനെ, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇപ്പൊ കണ്ടോ, നല്ല രസകരമായിട്ടുള്ള സ്റ്റെപ്പ്. രണ്ട് നമുക്ക് എന്താക്കി കളയാം, ക്യാൻസൽ ആക്കാം. സെയിം ടേംസ് ആ, സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ക്യാൻസൽ ആയി. ബാക്കി ഇന്റഗ്രലിൽ ആര് മാത്രം വന്നു മോനെ, ഇന്റഗ്രൽ 1 dx. 1 ഇന്റഗ്രൽ എത്ര മോനെ, എക്സ് പ്ലസ് തീർന്നു. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസുകൾ പുതിയതും പഴയതും എല്ലാം ഈ ചാനലിൽ കൂടെ കിട്ടിയിരിക്കും. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.